കുറച്ചു നേരം ചിരിയുടെ നിമിഷങ്ങളാവാം. 26 കൊല്ലമായി ഞാൻ മിമിക്രി വേദിയിലെത്തിയിട്ട്. 26 കൊല്ലത്തിനിടയ്ക്ക് മലയാള സിനിമയിലെയും രാഷ്ട്രീയ രംഗത്തെയും ചാനലിലെയൊക്കെ നിരവധി പ്രഗത്ഭരെ ഞാൻ അനുകരിച്ചിട്ടുണ്ട്. പലരെയും നേരിട്ട് കാണുവാനും അവരുടെ മുമ്പിൽ പെർഫോം ചെയ്യാനുമുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ശ്രീ പിണറായി സഖാവ്. അത് നേരി കാണാനാണ് ഇന്ന് വന്നത്. സഖാവിനെ എന്നോട് കണ്ടിട്ടില്ല. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഉമ്മൻചാണ്ടി സാറിനെ അനുകരിക്കാറുണ്ട്, അച്യുതൻ സഖാവിനെ അനുകരിക്കാറുണ്ട്, AK സാറിനെ ഒക്കെ അനുകരിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പിണറായി സഖാവിനെ ഇതുവരെ അനുകരിക്കാത്തത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, പേടിക്കണ്ട. നമുക്ക് എല്ലാ ആഘോഷങ്ങളിലും നമ്മൾ ഈ വെടിക്കെട്ട് നടത്താറുണ്ട്. നമുക്കറിയാം ഇന്നിപ്പോൾ ഒരു വലിയ വെടിക്കെട്ട് ദുരന്തം നടന്ന് ഇനി അത് വേണോ എന്നൊരാലോചനയാണ്. അപ്പോൾ ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിലാണെങ്കിൽ വെടിക്കെട്ടും നടത്താം. അങ്ങനെ ഒരു ചെറിയ വെടിക്കെട്ടാണ് അവിടെ നടത്താൻ പോകുന്നത്. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയത്തിലെ പ്രമുഖർക്കൊക്കെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവരെന്തെങ്കിലും ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അത് ചാനലുകാരൊക്കെ വാർത്തയാക്കി മാറ്റും. പിന്നെ ഈ എതിർവ പോലുള്ള പല പരിപാടികളിലും ഇത് വെട്ടിക്കണ്ടിച്ച് ഏത് കോലത്തിലാണ് വരും നമുക്കൊരു പിടുത്തവും കിട്ടില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. അപ്പോൾ ഈ നമ്മൾ ഈ ആഘോഷത്തിൽ പടക്കം പൊട്ടിക്കുമ്പോൾ എലിവാണം കത്തിച്ച് മേളിലേക്ക് ഇങ്ങനെ വിടാറുണ്ട്. ഒരു നീളത്തിലുള്ള സാധനം, റോക്കറ്റ് പോലത്തെ. അത് കത്തിച്ച് മേളിട്ട് വിടുമ്പോൾ മേളിൽ പോയി പൊട്ടുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാണ് മേളിൽ പോയി പൊട്ടുന്നത്. നമ്മുടെ രാഷ്ട്രീയത്തിലെ 1-2 പ്രമുഖർ ഇതുപോലെ പടക്കം പൊട്ടിക്കാൻ പോവുകയാണ്. എലിവാണം കത്തിച്ച് മേളിലേക്ക് വിടുകയാണ്. ഇത് പൊട്ടുന്നത് പോലും അവരുമായിട്ട് ചെറിയൊരു സാമ്യം ഉണ്ടാവും. അവരുടെ ഒരു ശൈലി അറിയാണ്ട് ഇതിൽ കൂടും. നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണി സാറാണ് ആദ്യം ഒരു പടക്കത്തിന് തിരി കൊളുത്താൻ പോകുന്നത്. അദ്ദേഹം വളരെ സൈലൻ്റാണ്, രൂപത്തിലും പെരുമാറ്റത്തിലും ഭാവത്തിലുമൊക്കെ. അദ്ദേഹം ആർക്കും ശല്യം ഉണ്ടാകരുതെന്ന് കരുതി തന്നെയാണ് ഇവിടെ ഒരു പടക്കം പൊട്ടിക്കാൻ പോകുന്നത്. അദ്ദേഹമാണ് ഒരു എലിവാണം കത്തിച്ച് വിടുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. വളരെ സൈലൻ്റാണ്, ശ്രദ്ധിച്ചെന്നാലേ ഇത് കേൾക്കാൻ പോലും പറ്റുകയുള്ളൂ. കഴിഞ്ഞു. ആർക്കും ഒരു ശല്യമില്ല, പൊട്ടിക്കാനുള്ള പൊട്ടിക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ സാറും വരികയാണ് ഒരു പടക്കമായിട്ട്. സംസാരിച്ചാൽ തന്നെ മനസ്സിലാവില്ലെന്ന് പറയണം. അപ്പൊ പിന്നെ പടക്കത്തിന്റെ കാര്യം എന്തായിരിക്കും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. സംഭവം കഴിഞ്ഞു. എന്നാൽ പടക്കം പെട്ടെന്ന് കാണണമെങ്കിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിൽ പോകണം. പടക്കം ഇതുവഴിയൊക്കെയാണ് പൊട്ടുന്ന ഒരു പിടുത്തവും കിട്ടില്ല. പടത്തിന് ഭ്രാന്തി പിടിച്ച് പറയാ. ടിവിയിലെ കാണാറുണ്ട് ഈ പത്രക്കാരും ചാനലുകാരും എന്ന ചോദ്യശരങ്ങൾ എഴുതുകൊണ്ടിരിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ കുഴപ്പമാണെന്നറിയാം, ചിലന് ഉത്തരം പറഞ്ഞാൽ കുഴപ്പമാണ്. അങ്ങനെ വളരെ ആലോചിച്ച് വേണം വലിയ വലിയ പൊസിഷൻ ഇരിക്കുന്നവർ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലൈവ് ശൈലിയുണ്ട്. എന്നൊരു ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ചില ചോദ്യങ്ങൾക്ക് കുഴപ്പമാണെന്ന് അറിയുമ്പോൾ തന്നെ അദ്ദേഹം അത് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു തപ്പലുണ്ടാവും. ഇപ്പോൾ ആ തപ്പൽ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ലൈവ് ഇൻ്റർവ്യൂവിൽ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്നാ എന്നാ അത് ഞാൻ പറഞ്ഞല്ലോ. ഇത് നിങ്ങൾ പത്രക്കാരുണ്ടാക്കി വെക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിനൊന്നും മറുപടി പറയേണ്ടത് എൻ്റെ കടമയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ.
എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അദ്ദേഹത്തോട്. അല്ല സാർ, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തുറക്കുന്നുണ്ടല്ലോ. തുറക്കാതെ പിന്നെ പൂട്ടാൻ പറ്റുമോ? പൂട്ടിയ ബാറ് പിന്നെ ആരെങ്കിലും പൂട്ടുമോ? ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും ഒരു അന്തസ്സൊക്കെ വേണം. ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയിൽ മുഴുവൻ വിഷമടിച്ചാൽ വരുന്നു പറഞ്ഞു. പിന്നെ പെയിന്റ് അടിച്ച് വരാൻ പറ്റുമോ? ഓരോ സാധനത്തിനും അടിച്ചു വരേണ്ട ഓരോരോ സാധനങ്ങളുണ്ട്. അതതിൻ്റെ മുറയ്ക്ക് തന്നെ വരും. സാർ, മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പെരിയാർ പ്രശ്നമാണ്. മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും നാളെ പൊട്ടും എന്നൊക്കെ പറഞ്ഞ ഇഷ്യൂയാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഞാൻ ജോലി ചെയ്യുന്നത് അങ്ങ് എറണാകുളത്തും എൻ്റെ കുടുംബം താമസിക്കുന്ന ചെറുതോണി അണക്കെട്ടിൻ്റെ അടുത്തുമാണ്. അപ്പോൾ എനിക്ക് അവരെ കാണാൻ പറ്റാതായി പോകും. ആര് പറഞ്ഞു കാണാൻ പറ്റില്ലെന്ന്? മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അവരെല്ലാം കൂടെ വെള്ളത്തിൽ ഒലിച്ച് എറണാകുളത്ത് വരും. അവിടുന്ന് നിങ്ങൾക്കെല്ലാം കൂടെ ചേർന്നൊലിച്ച് എങ്ങോട്ടെങ്കിലും പോകാം. അതിനുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് ചെയ്യും. എല്ലാവരെയും വെള്ളം കുടിപ്പിച്ചിട്ടേ ഞങ്ങൾ പുറത്തുള്ളൂ. അതോർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. സാർ, ഈ CD വിവാദം, CD അന്വേഷിച്ചിട്ട് ഷിജു രാധാകൃഷ്ണൻ കോയമ്പത്തൂർ പോയി കിട്ടിയില്ല എന്ന് പറയുന്നു. എന്താണ് സാർ അതിനെക്കുറിച്ച് പറയാനുള്ളത്? CD അന്വേഷിച്ച ഷിജു രാധാകൃഷ്ണൻ കോയമ്പത്തൂർ പോയി കിട്ടിയില്ല. ഇപ്പം അതന്വേഷിച്ച് അദ്ദേഹം വൈകുണ്ഠത്തേക്ക് പോയിരിക്കുക. അതെന്തിനാണ് സാർ? ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ചൂണ്ടുവരലിൽ കിടന്ന് കറങ്ങുന്ന സുദർശന ചക്രം അയാളുടെ CD ആണോ എന്നൊരു സംശയം. ഭഗവാന്മാർക്ക് പോലും സ്വസ്ഥതയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കേട്ടിരിക്കാൻ രസം സംഗീതം തന്നെയാണ്. അതുകൊണ്ട് ഒരു ചെറിയ സംഗീത രാഗമാലയും കൂടെ ഉണ്ട്. നമ്മുടെ പണ്ഡിറ്റ് രമേശ് നാരായണനും അദ്ദേഹത്തിൻ്റെ മകൾ സ്റ്റേറ്റ് അവാർഡ് ജേതാവ് മധുശ്രീ രമേശ് നാരായണനും കൂടി ചേർന്നുകൊണ്ട് ബാബു കയ്യിൽ തുടങ്ങി ഇടവപ്പാതി എന്ന ചലച്ചിത്രത്തിലെ ഗാനം വരെയുള്ള ഒരു യാത്ര. കേരളത്തിൻ്റെ ഒരു സംഗീത പാരമ്പര്യം, ചരിത്രം എടുത്തു നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് ഇവിടെ സംഗീതത്തിൻ്റെ നിലനിൽപ്പുണ്ടാക്കിയിട്ടുള്ളത്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്. കാര്യം നമ്മൾ പണ്ട് KPSCയുടെ നാടക ഗാനങ്ങൾ മുതൽ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് സംഗീതത്തിനും അതേപോലെ തന്നെ കലകൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ചുണ്ടുകളിൽ
കേട്ടതില്ല ഒന്നും കേട്ട
ലോക പ്രശസ്തരായ കലാകാരന്മാർ ഒരുക്കുന്ന മ്യൂസിക് ഫ്യൂഷൻ, അത് സംഗീത സമന്വയ വിസ്മയം. ഇവിടേക്ക് ഞാൻ വളരെ ആഹ്ലാദത്തോടെ ക്ഷണിക്കുകയാണ് കീബോർഡ് പ്രകാശ് ഉള്ളേരി, തവിൽ കരുണാമൂർത്തി, ഡ്രംസ് ജോബോയ് മാഷ്, വയലിൻ ശബരീഷ് പ്രഭാകർ, തബല മഹേഷ് മണി, ലീഡ് ഗിറ്റാർ അഭിജിത്ത് ആൻഡ് ബേസ് ഗിറ്റാർ ജാക്സൺ. സംഗീതത്തിന്റെ മറ്റൊരു വിസ്മയ ലോകത്തിലേക്ക് വിജയപഥത്തിന്റെ ഈ വേദി.
tadakadene tadakadene da tadakadene tadakadene da tadakadene tadakadene dim takadim takadim da tadakadene da tadakadene da tadakadene da tadakadene da tadakadene kradakadom 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 tadakadene da tadakadene da tadakadene da ta tadakadene da tadakadene da tadakadene da ta tadakadene da tadakadene da tadakadene da ta tadakadene da tadakadene da tadakadene tadakadene da tadakadene da tadakadene tadakadene da 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 tadakadene da